പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ എന്ന പേരിൽ അജ്ഞാത സർവേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, കഴിഞ്ഞ തവണ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച CH ഇബ്രാഹിം എന്നിവരിൽ ആര് പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയാകണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സർവേയുമായി ഒരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കളും CH ഇബ്രാഹിമും വ്യക്തമാക്കുന്നു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയെ കണ്ടെത്താനെന്ന തരത്തിലാണ് വോട്ടർമാരുടെ മൊബൈൽ ഫോണിലേക്ക് കോളെത്തുന്നത്. അഡ്വക്കേറ്റ് K പ്രവീൺകുമാർക്കായി 1 അമർത്തുക, മുല്ലപ്പള്ളി രാമചന്ദ്രൻകായി 2 അമർത്തുക, CH ഇബ്രാഹിം കുട്ടിക്കായി 3 അമർത്തുക. പേരാമ്പ്ര നിലവിൽ മുസ്ലിം ലീഗ് സീറ്റാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയോ പ്രവീൺകുമാറിന്റെയോ പേര് പേരാമ്പ്രയിൽ ചർച്ചയിലില്ല. എന്നിരിക്കെ ഇവരുടെ പേര് കൂടെ ഉൾപ്പെടുത്തി സർവേ നടക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഈ സർവേയുമായോ അതല്ലെങ്കിൽ ഇത്തരമൊരു രീതിയുമായോ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് CPMന്റെ ഒരു ഗൂഢാലോചനയാണ്. പ്രയോറിറ്റി വോട്ടിംഗ് നടത്തി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട ഗതികേടൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. പേരാമ്പ്രയിൽ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, സെക്രട്ടറി CP അസീസ്, ഷിബു മീരാൻ എന്നിവരുടെ പേരുകളാണ് ലീഗ് പരിഗണനയിലുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട CH ഇബ്രാഹിം ഇത്തവണയും സീറ്റിനായി അണിയറ നീക്കം നടത്തുന്നുണ്ട്. മൊബൈൽ വഴിയെത്തുന്ന ഫോൺ കോളിന് പിന്നിൽ ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണോ എന്ന് ലീഗ് സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം CH ഇബ്രാഹിം നിഷേധിച്ചു. സ്വന്തം നിലയിൽ ചെയ്യില്ല എന്ന് മാത്രമല്ല, എനിക്കെതിരായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുമോ ചെയ്യിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്നതായിരിക്കാം. സർവേ എന്ന രീതിയിലാണ് കോൾ എത്തുന്നതെങ്കിലും അതനുസരിച്ച് അക്കങ്ങൾ അമർത്താനുള്ള സമയമൊന്നും ആർക്കും ലഭിക്കുന്നില്ല. മണ്ഡലത്തിലെ വോട്ടർമാരിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പൊതുബോധം സൃഷ്ടിക്കുകയാണ് സന്ദേശത്തിന്റെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.